ഇലയില്ലാതെ എന്താ ചെടി ഞാൻ ആദ്യമായിട്ട് ഇലയില്ലല്ലോ. നല്ല രസമുണ്ടല്ലേ. സോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് സേക്രഡ് ഹാർട്ട് ചർച്ചിലാണ്. ഡൽഹിയുടെ ഏകദേശം ഒരു മെയിൻ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു ചർച്ചാണ് സേക്രഡ് ഹാർട്ട് ചർച്ച്. ഇവിടെ പല സർവീസുകളുണ്ട്. 6:30 ആദ്യത്തെ സർവീസ്. ഇപ്പം നിങ്ങൾ വരുന്ന സമയത്തെ അനുസരിച്ച് നിങ്ങൾക്ക് ടൈം വെബ്സൈറ്റിൽ കയറി നോക്കാവുന്നതാണ്. ഒരുപാട് ലാംഗ്വേജസിൽ ഒരുപാട് സമയത്ത് നടത്തുന്നുണ്ട് ഇവിടെ. അതുമാത്രമല്ല, ഇത് ഒരു മെയിൻ സെൻറ്ററും കൂടാണ്. ഇതിൻ്റെ അടുത്തായിട്ട് ഇന്ത്യ ഗേറ്റ്, പാർലമെൻറ്റ്, രാഷ്ട്രപതി ഭവൻ, അങ്ങനെ എല്ലാം മെയിൻ കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് വരാം. രാവിലെ പള്ളിയിൽ പോയിട്ട് അവിടെയൊക്കെ പോകാനായിട്ടൊക്കെ വരാം. പിന്നെ ഭയങ്കര ഗാർഡൻ ഏരിയ ഇവിടെ ഉണ്ട്. നല്ല ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. കണ്ടോ, നടുക്കൊക്കെ നല്ല റോസൊക്കെ നിൽപ്പുണ്ട്. ആൻഡ് ഇന്നത്തെ വെതർ ശരിയാ, ഇന്നത്തെ വെതർ നല്ല രസമുണ്ട്. ലൈറ്റ് റെയിൻ ഫോൾ, അതിൻ്റേതായിട്ടുള്ള കുറച്ച് തണുപ്പും, പിന്നെ ഈ നല്ല രസമുള്ള പൂക്കളും, പിന്നെ നമ്മൾ പള്ളി വരുമ്പോഴത്തെ ഒരു കാം ആംബിയൻസും കൂടെ ആവുമ്പം ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. ഞങ്ങൾ 7:30 മലയാളം കുർബാനയ്ക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട്. വലിയൊരു പള്ളിയായിരിക്കുന്നു. നല്ലൊരു ആർക്കിടെക്ചറൊക്കെ നല്ല രസമുണ്ട്. ഓക്കെ, ഇവിടെ എല്ലാം നല്ല ഫ്ലവേഴ്സ് ഉണ്ട്. സൺഫ്ലവർ ഉണ്ട്, പിന്നെ പേരറിയാത്ത കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഡാലിയ ഉണ്ട്, റോസ് ഉണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടെ എല്ലാം നല്ല പൂ വച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ദാണ്ടെ സൺഫ്ലവർ ഉണ്ട് ഇവിടെ, കണ്ടോ. സൺഫ്ലവർ. സൺഫ്ലവർ തന്നെയാണോ? പക്ഷെ വലിപ്പം ഇല്ലല്ലോ അതിന്. അത് നല്ല ഈ ഫീൽഡിലൊക്കെ ഡാലിയ ഉണ്ടോ നിൽക്കുന്നത്? ഓ ശരിയാ, ഡാലിയ നല്ല രസമുണ്ട്. ഭയങ്കര ഫില്ലായിട്ട് ഇരിക്കും. പല കളേഴ്സിൽ ഡാലിയ ഉണ്ട്. ചട്ടിക്കകത്തൊക്കെ വയ്ക്കുന്ന എന്തിനു കൊള്ളാം, അതനുസരിച്ചല്ലേ. ആ ശരിയാ. എന്തോ സാധനം ഭയങ്കര സൂപ്പർ. ഈ കാണുന്നത് മഹാഭവൻ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അച്ഛന്മാർ താമസിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ആയിരുന്നു അച്ഛന്മാരൊക്കെ താമസിക്കുന്നത്. അറിയില്ല. ഇത് ആൾക്കാർ വരുന്ന എനിക്ക് തോന്നുന്നു ഒരു ഹോളി മാസ് കഴിഞ്ഞു. 6 o'clock സ്റ്റാർട്ട് ചെയ്ത ഹോളി മാസ് കഴിഞ്ഞപ്പോൾ എല്ലാവരും 7:30 ഹോളി മാസിന് വേണ്ടിയാണെന്ന് തോന്നുന്നു വരുന്നത്. ചെടിയുണ്ട് ഈ നമ്മുടെ അവിടെ ഇങ്ങനെ എടുത്തുകൊണ്ട്. ഇതാണ് പള്ളിയുടെ ഒരു ഫ്രണ്ട് വ്യൂ. നല്ലൊരു ആർക്കിടെക്ചർ ആയിരിക്കുന്നു അല്ലേ. നല്ല രസമുണ്ട്. ഒരു ആംബിയൻസ് ഒക്കെ നല്ലതായിരിക്കുന്നു. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഒരുമാതിരി ഒരു ഫേമസ് പള്ളിയാണ്. ഇതൊരു റൗണ്ട് ബോട്ടിനടുത്തായിട്ടാണ് വരുന്നത്. റോഡൊക്കെ നല്ല രസമുണ്ട്. ഇങ്ങോട്ട് വരാനുള്ള റൂട്ടും എല്ലാം നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഡൽഹി വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പള്ളിയിൽ ഒന്ന് വരണം. ഇത് നല്ല രസമുണ്ടല്ലേ. റോസാ, അതാ നിറച്ചും പോകണ്ടാകാൻ പറ്റിയ അവസ്ഥയൊന്നും. ഓ അതെ, വൈറ്റ് റോസാണോ? ഇത് ഉണ്ട്. ഇത് ഏതാ? ഈ ഓറഞ്ച് എപ്പോഴും ഓറഞ്ച്, എപ്പോഴും ഓറഞ്ച്. ഇതൊരു സ്പെഷ്യൽ വെറൈറ്റി പൂവായിരിക്കുന്നല്ലേ. ഇത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ ഈ ബോട്ടിലൊക്കെ കഴുകാൻ വേണ്ടി ഒരു സാധനമില്ല, ഇങ്ങനെ അകത്തോട്ട് വെച്ച് ഇങ്ങനെ ചെയ്യുന്നത്, അതുപോലെ തോന്നുവേ. പക്ഷേ നല്ല രസമാണ്, ഭയങ്കര സോഫ്റ്റാണ്. അതിൻ്റെ റെഡ് കളർ നല്ലൊരു ഭംഗിയുണ്ട്. താങ്ക് യു ജീസസ്.
അപ്പോൾ ഇതൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയാസാണ്. ഓഡിറ്റോറിയമായിട്ടും യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ലൈബ്രറി എല്ലാം കൂടെ ഉള്ള ഒരു ഏരിയ ആണ്. പിന്നെ നടുക്ക് നിൽക്കുന്ന മുഴുവൻ റോസാണ്. കണ്ട് ഈ കാണുന്ന മുഴുവൻ റോസാണ്. നല്ല റെഡിഷായിട്ട് അങ്ങ് ഇരിക്കുകയാണ്. ഈ പൂവും നല്ല രസമുണ്ട്. ഫോക്കസ് ചെയ്യാം റോസിന്. റോസ് കിട്ടുന്നില്ല, അങ്ങനെ കിട്ടത്തില്ല. ജസ്റ്റ് ഇങ്ങനെ ബ്ലേഡായിട്ടേ കിട്ടുന്നു. അതെ. ഇപ്പം നമ്മൾ പള്ളിയിലോട്ട് കയറാൻ പോവാണ്. ശരിയാണ്, പല കളേഴ്സുണ്ട്. വയലറ്റ്, റെഡ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ്, ലൈറ്റ് വയലറ്റ്. ശരിയാണ്. സൺഫ്ലവറും കൊള്ളാം. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു സ്കൂളുണ്ട്. ഈ സ്കൂളിൽ നമ്മുടെ മലയാളം കുർബാന ഏതോ സെക്കൻഡ് സൺഡേയോ അങ്ങനെ നടത്തുന്നുണ്ട് 7:30 ആകുമ്പോൾ. അപ്പോൾ അതൊരു സ്കൂളാണ്. നമ്മൾ പള്ളിയിലോട്ട് കയറുവാണ്. കണ്ടോ, നല്ല മഴയൊക്കെ പെയ്ത് നമ്മുടെ നാട്ടിലെ ഒരു ഫീല് പോലെ തന്നെ തോന്നുന്നു. നമ്മൾ കത്തീഡ്രൽ പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറി തീരെ നൈസായിട്ട് ഡ്രസ്സ്. നമ്മൾ ചൂടാൻ കരുതിയല്ലേ വന്നേ. അപ്പം ഇങ്ങനെയാണ് പള്ളിയുടെ അകവശം. നല്ല രസമുണ്ട്, ഭയങ്കര വലുതായിരിക്കുന്നു. ഇതിൽ സ്റ്റെപ്പ് കയറി മേലോട്ട് പോയി നിൽക്കാം. അതെന്തിനാണെന്നൊന്നും പക്ഷെ എനിക്കറിയില്ല. ഇതെന്തിനാ ഇവിടെ? ഓ, പണ്ട് അച്ഛന്മാർ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ.